ഭാഗം 40. കൊച്ചിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ഇഷയുടെ മനസ്സിൽ തന്നെ ചതിച്ചവനോടുള്ള പ്രതികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ പറ്റിച്ച് അവിടെ നിന്നും പോകുന്നവനെ സ്വന്തം നാട്ടിൽ വച്ച് തന്നെ അപമാനിക്കണമെന്നൊരു ചിന്തയോടെയാണ് നിറവയറുമായി അവൾ ആ ബസ്സിൽ കയറിയത്. വിവേകിനെ നേരിൽ കാണുമ്പോൾ മുഖമടച്ചൊരെണ്ണം കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു വച്ചിരുന്നു. വിവരമറിഞ്ഞതും വിശ്വനെ കാണാനായി വീണ ഓടിയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. സർവം തകർന്നതുപോലെ കസേരയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ വിശ്വൻ. പടിപ്പുരയിലേക്ക് വിശ്വൻ നോക്കിയപ്പോൾ പടിപ്പുരയിലേക്ക് ഓടിയെത്തുന്ന വീണയാണ് കണ്ടത്. എങ്കിലും ഏട്ടൻ എന്നോട് ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ല. ആദ്യം വീണ പറഞ്ഞത് അതാണ്. മറുപടി എന്തു പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ആ നിമിഷം വിശ്വൻ. എൻ്റെ മോൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതുപോലൊരുത്തിയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഏട്ടൻ മുൻകൈ എടുത്തതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവൾക്ക് ആ തെമ്മാടിയായിരുന്നു ഇഷ്ടമെങ്കിൽ അവൻ്റെ കൂടെ ആദ്യമേ പോയാൽ പോരായിരുന്നു. ഇത് ഞങ്ങൾക്കും കൂടിയാ നാണക്കേടായത്. എല്ലാവരും അറിഞ്ഞതല്ലേ ഇവരുടെ വിവാഹം നിശ്ചയിച്ചു എന്നുള്ളത്. എന്നിട്ടിപ്പോൾ ഒരു കൊലപാതകിയാണ് എൻ്റെ മോൻ കല്യാണം കഴിക്കാൻ ഇരുന്നതെന്ന് നാട്ടുകാരോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? വളരെ രൂക്ഷമായ സ്വരത്തിലായിരുന്നു വീണ സംസാരിച്ചിരുന്നത്. ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല ആ സമയം വിശ്വന്. മകൾ ഏൽപ്പിച്ച പ്രഹരം അത്രമേൽ തന്നെ തളർത്തിക്കളഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവളുടെ ഇഷ്ടം അറിഞ്ഞിട്ടും താൻ അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ആ നിമിഷം വിശ്വന് തോന്നി. നീ പറയുന്നത് പോലെ ഒന്നുമല്ല വീണേ കാര്യങ്ങൾ. ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുവെന്നും ദിവ്യയെ മറക്കാൻ പറ്റില്ലെന്നും ഒക്കെയാണ്. വിവേക് തന്നെയാ വിവാഹത്തിന് നിർബന്ധിച്ചിരുന്നതും. അല്ലാതെ ഞാൻ നിന്നെ ചതിക്കാൻ നോക്കിയിട്ടില്ല. നിസ്സഹായതയോടെ അയാൾ പറഞ്ഞു. അങ്ങനെ നെഞ്ചിൽ കൈവച്ച് ഏട്ടന് പറയാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഏട്ടൻ പറയേണ്ടത് എന്നോടായിരുന്നു. അവൾക്ക് പ്രേമമുണ്ടായിരുന്നുവെന്ന് ഏട്ടൻ അറിയാമായിരുന്നു. അപ്പോൾ ആദ്യമേ ആ കാര്യം ഏട്ടൻ പറയേണ്ടത് എന്നോടായിരുന്നില്ലേ? എന്നെ ചതിക്കുകയായിരുന്നില്ല ഏട്ടൻ്റെ ഉദ്ദേശമെങ്കിൽ വിവേകിനോടല്ല എന്നോടും ചേട്ടനോടും വേണമായിരുന്നു ഈ കാര്യം സംസാരിക്കാൻ. വിവേകിനോടല്ല വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, കാർന്നോന്മാരോടാ. ആ മറുപടിക്ക് മുൻപിൽ ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു ചെയ്തത്. സത്യമാണ്, നിന്നോടോ വിജയനോടോ വേണമായിരുന്നു ഞാൻ ഇക്കാര്യം സംസാരിക്കാൻ. ഞാനത് ചെയ്തില്ല. നിങ്ങളെ ഞാൻ ചതിച്ചതിന് തുല്യം തന്നെയാണ്. ഭർത്താവിൻ്റെ അവസ്ഥയിൽ ഒരു നിമിഷം സുഭദ്രയ്ക്ക് വേദന തോന്നിയിരുന്നു. പെട്ടെന്നാണ് അവരുടെ മൊബൈൽ ഫോൺ അടിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ ദീപ്തിയാണ്. വിശ്വന്റെ മുഖത്തേക്ക് നോക്കാതെ പെട്ടെന്ന് മൊബൈലുമായി അവർ അടുക്കളയിലേക്ക് പോയിരുന്നു. ഹലോ. തളർന്ന രീതിയിൽ ആയിരുന്നു അവരുടെ സ്വരമുണ്ടായിരുന്നത്. എന്താ അമ്മേ ഈ കേൾക്കുന്നത്? ചിത്ര എന്നെ വിളിച്ചു, എന്തൊക്കെയോ പറയുന്നു. സത്യമാണോ ഇതൊക്കെ? ആവലാതി നിറഞ്ഞ സ്വരത്തോടെ അവൾ ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്ന് സുഭദ്രയ്ക്കും അറിയുമായിരുന്നില്ല. സത്യമാണ്. അമ്മയുടെ മറുപടിയിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു. അവൾ കൊന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പ്രതീക്ഷ അസ്തമിച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. എന്താണെന്ന് അറിയാൻ അച്ഛൻ ഇവിടുന്ന് പോയി നോക്കിയിട്ടില്ല. അവൾക്ക് ഇതിനൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാ സംഭവിച്ചത്? ഞാൻ അനന്തുവിനെ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നുമില്ല. ദീപ്തി പറഞ്ഞു. ഒരു നിമിഷം സുഭദ്രയിലും ഒരു ഞെട്ടൽ ഉണ്ടായിരുന്നു. അതിന് നിനക്കവൻ്റെ നമ്പരൊക്കെ അറിയുമോ? അല്പം ഗൗരവത്തോടെയാണ് സുഭദ്ര ചോദിച്ചത്. അറിയാം. ഒരു അനാഥ പ്രേതത്തെ പോലെ എന്നെ ആ വീട്ടിൽ നിന്നും അച്ഛൻ ഇറക്കി വിട്ട ആ ദിവസം എനിക്ക് തുണയായത് അവനായിരുന്നു. വീട് വരെ എന്നെ കൊണ്ടുവിട്ടു. ആ രാത്രിയിൽ ഞാനും കുഞ്ഞും ഒറ്റയ്ക്കായി പോകുമെന്ന ഭയം കൊണ്ട്. അന്ന് അനന്തുവിനെ കണ്ട കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളുമൊക്കെ അമ്മയോട് പറയാതെ ദീപ്തിക്ക് സാധിക്കുമായിരുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരിലും ഒരു അമ്പരപ്പ് നിറഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ പിന്നെന്തിനാ ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചത്? ഒന്നും മനസ്സിലാവാതെ സുഭദ്ര ചോദിച്ചു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനുള്ളിൽ നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അച്ഛനോടമ്മ എങ്ങനെയെങ്കിലും അവളെ പോയി ഒന്ന് കാണാൻ പറ. നമ്മളല്ലാതെ ആരാ അവളെ രക്ഷിക്കാനുള്ളത്? അച്ഛൻ പോവില്ല ദീപ്തി.
നിനക്കറിയാലോ. അതിൻ്റെ കൂടെ ഇപ്പോൾ വീണ ചേച്ചിയും കൂടി വന്നിട്ടുണ്ട്. അച്ഛനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുക, ഓരോന്ന് പറഞ്ഞ് അവരുടെ ഓരോ വാക്കുകൾക്കും മറുപടിയില്ലാതെ ഇരിക്കുകയാണ്. ഭർത്താവിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് മകളോട് സുഭദ്ര സംസാരിച്ചു. അങ്ങനെ ഇരിക്കണം, ഒരു വാക്കുപോലും ആരോടും മറുപടി പറയാനില്ലാതെ ഇരിക്കണം. സ്വന്തം മകളുടെ മനസ്സ് മനസ്സിലാക്കാതിരുന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? നീ കൂടി ഈ സമയത്ത് അച്ഛനെ കുറ്റപ്പെടുത്തുകയാണോ ദീപ്തി ചെയ്യുന്നത്? അമ്മ വിവേകിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോടും അച്ഛനോടും വ്യക്തമായിട്ട് പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. അതൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അവൾ ഇത്രയും ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാ? വിവേകമായിട്ടുള്ള വിവാഹം അച്ഛൻ നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ വാശിയിലാണ്. അങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. കുറച്ച് സമയം അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ. അവൻ പോലീസ് ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോലി അവന് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ കുറച്ചു കാലം കൂടി കാത്തിരിക്കണമെന്ന് നമ്മളോടൊക്കെ പറഞ്ഞത്. അതൊന്നും നിങ്ങൾക്കാർക്കും കേൾക്കാൻ വയ്യായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവനുമായുള്ള വിവാഹം നടത്തേണ്ട. വിവേകിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എന്ത് കാരണം കൊണ്ടായിരുന്നു അച്ഛൻ പെട്ടെന്ന് തന്നെ ആ വിവാഹം വേണമെന്ന് വാശി പിടിച്ചത്? ആ വാശി കൊണ്ട് നഷ്ടമായത് ഇപ്പോൾ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവളുടെ ജീവിതം എന്തൊക്കെയോ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ മോനെയും കൊണ്ട് ആശുപത്രിയിലാണ്. അതുകൊണ്ട് എനിക്ക് പോയി നോക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ അഭിയേട്ടൻ്റെ വീട്ടിലും ഇക്കാര്യം അറിയും. ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വരുന്നത്? ഞാൻ അച്ഛനോട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നീ ഏതായാലും ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്ക്. ഞാൻ ഉമ്മറത്തേക്ക് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഒറ്റയ്ക്കാക്കിയതുപോലെ ആവില്ലേ? അമ്മേ, ഭർത്താവിനെ നമുക്ക് പിന്തുണയ്ക്കാം. പക്ഷേ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത്. അത്രയും പറഞ്ഞാണ് ദീപ്തി ഫോൺ വെച്ചത്. ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും വീണ എന്തൊക്കെയോ കുറ്റപ്പെടുത്തലുകൾ നടത്തുകയാണ്. തൻ്റെ വളർത്തൽ രീതിയെക്കുറിച്ചും ഇടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. താൻ മോശമായ രീതിയിൽ പെൺമക്കളെ വളർത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നിനും മറുപടി പറയാൻ നിന്നില്ല. അല്ലെങ്കിലും പെൺമക്കൾ എന്ത് തെറ്റു ചെയ്താലും അതിനെപ്പോഴും പ്രശ്നം നേരിടേണ്ടി വരുന്നത് അമ്മമാർക്കായിരിക്കുമല്ലോ. പെട്ടെന്നാണ് അവിടേക്ക് വീണയുടെ ഇളയ മകനായ വിനയ് ഓടിയെത്തിയത്. അമ്മ ഇത് എന്തെടുക്കുക? എത്ര വട്ടം ഫോണിൽ വിളിച്ചു, കിട്ടുന്നു പോലുമില്ല. ഞാൻ ഫോണൊന്നും എടുത്തില്ല, വീട്ടിൽ വച്ചിരിക്കുക. എന്താടാ? ഗൗരവത്തോടെ വീണ അവനോട് ചോദിച്ചു. വീട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ പെണ്ണ് അവർ വിവേകേട്ടൻ്റെ കൂടെ അവിടെ ഒരുമിച്ച് താമസിച്ചതാണെന്നൊക്കെയാ പറയുന്നത്. അവർ വന്നപ്പോൾ തന്നെ വിവേകേട്ടൻ്റെ 2 കവിളിലും മാറി മാറി അടിച്ചു. അവര് ഗർഭിണിയാണെന്നൊക്കെയാ പറയുന്നത്. വയറൊക്കെയുണ്ട്. അച്ഛനാ പറഞ്ഞത് അമ്മയെ വേഗം പോയി കൂട്ടിക്കൊണ്ടു വരാനെന്ന്. മകന്റെ സംസാരം കേട്ടപ്പോൾ വീണ അമ്പരന്നു. അതോടൊപ്പം തന്നെ സുഭദ്രനും വിശ്വനും ഒരേപോലെ ഞെട്ടി. വിശ്വൻ താൻ ഇരുന്നിരുന്ന കസേരയിൽ നിന്നും അമ്പരന്ന് എഴുന്നേറ്റ് പോയിരുന്നു. നീ എന്താടാ പറയുന്നത്? ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? വിനയുടെ മുഖത്തേക്ക് നോക്കി ചമ്മിയ ഭാവത്തോടെ വീണ മകനെ ശാസിച്ചിരുന്നു. അമ്മ ഏതായാലും ഒന്ന് വന്നേ. മകൻ നിർബന്ധപൂർവം അവരെയും കൂട്ടിപ്പോയപ്പോൾ വിശ്വനാഥനും അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ പറ്റില്ല എന്നായി. ഉടനെ തന്നെ അയാളും എഴുന്നേറ്റു. ഭദ്ര, നീ എൻ്റെ ഷർട്ടിങ് എടുത്തേ. ഭാര്യയോട് അയാൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അകത്തു നിന്നും ഷർട്ട് എടുത്ത് അവർ കൊടുത്തിരുന്നു. അതുമണിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ അയാൾ പുറത്തേക്ക് പോയിരുന്നു. വീണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പടിപ്പുരയിൽ നിന്ന് തന്നെ കുറച്ചാളുകളെ കണ്ടിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നുള്ളവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഒരു കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ചു നിൽക്കുകയാണ് അവിടെ വിവേക്. അവൻ്റെ നിൽപ്പ് കണ്ട് വീണയ്ക്ക് പന്തികേട് തോന്നിയിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ വിശ്വനാഥനെയും അവർ കണ്ടു. എല്ലാം കൊണ്ടും ജാള്യത നിറഞ്ഞൊരവസ്ഥയായിരുന്നു വീണയ്ക്ക്. എന്താണ് സത്യമെന്നറിയാൻ അവരുടെ മനസ്സിലും ആകാംക്ഷ നിറഞ്ഞു. വിജയൻ ദേഷ്യത്തോടെ മകനെ നോക്കുകയാണ്. എന്താ വിജയേട്ടാ, എന്താ പ്രശ്നം? ഭർത്താവിനോട് വീണ കാര്യം അന്വേഷിച്ചപ്പോഴാണ് വിവേകിന്റെ അരികിലായി നിൽക്കുന്ന ഒരു പരിഷ്കാരിയായ പെൺകുട്ടിയെ അവർ കണ്ടത്. ചുരുളൻ മുടികളുമായി അല്പം മുന്തിയ വയറുമായാണ് അവൾ നിൽക്കുന്നത്. ഈ കുട്ടിയാണ് പ്രശ്നം, അവളെ ചൂണ്ടി വിജയൻ പറഞ്ഞു. ഇവനും ഇവളും കൂടി ഒരുമിച്ചായിരുന്നു അത്രേ താമസം. നമ്മളൊന്നും അറിഞ്ഞില്ല. ഇവളെ വിവാഹം കഴിച്ചോളാം എന്നിവൻ പറഞ്ഞുവെന്ന്. ഇവനും ഇവളും അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്, അതും ഭാര്യയും ഭർത്താവും പോലെ. ചുറ്റും നോക്കി ശബ്ദമൊന്ന് താഴ്ത്തിയാണ് വിശ്വനാഥൻ പറഞ്ഞത്.
വീണയുടെ ഇടനെഞ്ചിൽ ഒരു ഇടി വെട്ടിയതുപോലെയാണ് തോന്നിയത്. വിശ്വനാഥന്റെ മുഖത്ത് വന്ന അമ്പരപ്പും വീണ ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു മുൻപേ സഹോദരന്റെ മകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നവളാണ് താൻ. അയാൾക്ക് മുൻപിൽ താൻ ചൂളി വീണു പോകുന്നത് പോലെ വീണയ്ക്ക് തോന്നി. വിവേകിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു അവർ. ശേഷം ഇഷയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ഏതാടി? ഏതോ ഒരുത്തന്റെ ഗർഭവും വീർപ്പിച്ച് എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് നീ കരുതിയോ? അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് വീണ പറഞ്ഞു. ഇവൻ ഇത്രയും ചെറ്റത്തരം ചെയ്തപ്പോൾ തന്നെ ഇവനെ വളർത്തിവിട്ടവരെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാ നേരെ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ മനസ്സിലായി ഇതിന്റെ യൂണിവേഴ്സിറ്റി ഇതാണെന്ന്. ഈ കോളേജിൽ നിന്നാണ് അവൻ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത് എന്ന്. ചുറ്റുമുള്ള വീട്ടുകാരെ മുഴുവൻ ഒന്ന് നോക്കിയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വീണ. രോഷം കൊണ്ട് അവരുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല എൻ്റെ വീട്. എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ കുഞ്ഞ് ഇന്നലെ അങ്ങോട്ട് പ്രസവിച്ച് വീണതല്ലേ ഉള്ളൂ. അവന് ഒന്നും അറിയില്ലല്ലോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ലോക ഫ്രോഡായവൻ. പിന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കണ്ടമാനം നടന്നതാണെന്ന്. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം ഇവൻ്റെ മുകളിൽ കെട്ടിവെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ഇതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിയെ ഞാൻ പോകാം. വെറുതെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതല്ലോ അതൊന്നും. പക്ഷേ DNA ടെസ്റ്റിൽ ഇത് ഇവൻ്റെ കുഞ്ഞാണെന്ന് തെളിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മോനും കൂടി തല മൊട്ടയടിച്ച് ചുട്ടികുത്തി ഈ നാട്ടിൽ കൂടി നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇവിടെ നിൽക്കുന്ന നാട്ടുകാരുടെ മുൻപിൽ വെച്ച്. ഇനി ഇവൻ്റെ അല്ല കുഞ്ഞ എന്നാണ് തെളിയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പോടെ ഇഷ പറഞ്ഞപ്പോൾ ചെറിയൊരു ഭയം ആ നിമിഷം വീണയിലും വന്നിരുന്നു. എങ്കിലും അത് പുറത്തു കാണിക്കാതെയാണ് അവർ പിന്നീട് സംസാരിച്ചിരുന്നത്. നിന്നെപ്പോലുള്ളവർമാർക്ക് എന്താടി ആകാത്തത്? നീയൊക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതല്ലേ? വിട്ടുകൊടുക്കാൻ വീണ തയ്യാറായിരുന്നില്ല. ഇനി നിന്റെ അമ്മ എന്നെക്കുറിച്ച് മോശമായിട്ടൊരു അക്ഷരം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെല്ലാം കൊണ്ട് ഞാൻ നേരെ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. പിന്നെ ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നത് പോലീസുകാരായിരിക്കും. നിനക്കറിയാലോ, ഞാൻ വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്താൽ അകത്ത് കിടക്കാനുള്ള വകുപ്പ് നീ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതിൻ്റെ തെളിവിൻ്റെ കയ്യിലുണ്ട്. പ്രണയത്തിലായിരുന്നു എന്നതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു കമ്പനിയിലാണ് ജോലി ചെയ്തത്. അവിടെയുള്ളവരുടെ തെളിവെടുത്താലും അവിടെയുള്ള CCTV ഫുട്ടേജ് എടുത്താലും ധാരാളം തെളിവ് കിട്ടും. അതല്ലെങ്കിൽ കുറേ തെളിവുകളുണ്ട്. പക്ഷേ ഞാൻ ഈ തെളിവുകളുമായി നടന്നാൽ അമ്മയും മോനും നാറും. അല്ലെങ്കിൽ ഇവൻ പറയട്ടെ തെളിവില്ലെന്ന്, ഞാൻ ഇവന്റെ ആരുമല്ലെന്ന് അവൻ പറയട്ടെ. ഇതുവരെ അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയായ പെണ്ണാണെന്ന് നിങ്ങളുടെ മോൻ പറയട്ടെ. ഇഷ വീറോടെ പറഞ്ഞു. ഇവൾ ഇത്രയ്ക്ക് ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടും നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്? അവളുടെ ചെവുകുറ്റിക്കിട്ട ഒരെണ്ണം കൊടുത്തിട്ട് അവൾ ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറയണം. വീണ മകനെ ശാസിച്ചു. മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ധൈര്യം ചോർന്നു പോകുന്നത് വീണ അറിഞ്ഞിരുന്നു. ഇഷ മൊബൈലിൽ നിന്നും കുറേ ചിത്രങ്ങൾ എടുത്ത് എല്ലാവരെയുമായി കാണിച്ചു. ഇത് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലുള്ള ചിത്രങ്ങളാണ്. വളരെ മോശമാണിത് മറ്റുള്ളവരെ കാണിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ആരോപണം എനിക്ക് നേരെ ഉയർന്നപ്പോൾ ഇത്രയും കാണിച്ചില്ലെങ്കിൽ ഞാനല്ലേ മോശക്കാരി? അവളുടെ മൊബൈലിലെ ഫോട്ടോയിലേക്ക് എല്ലാവരും നോക്കിയിരുന്നു. പരസ്പരം പുണർന്നു നിൽക്കുന്ന ചിത്രങ്ങളും തമ്മിൽ ചുംബിക്കുന്ന ചിത്രങ്ങളുമൊക്കെ അവൾ മാറ്റി മാറ്റി കാണിച്ചു. എല്ലാവരും മൂക്കത്ത് വിരൽ വച്ചു. ഒരു നിമിഷം വിശ്വനാഥന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ദീപ്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പലതവണ അവൾ ഈ വിവാഹത്തെ എതിർത്തതിന്റെ കാരണം എന്താണെന്ന് ആ നിമിഷം വിശ്വനാഥന് മനസ്സിലായിരുന്നു. അന്ന് മകൾ പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ തന്റെ ദിവ്യമോളുടെ ജീവിതം ഇന്ന് ഇങ്ങനെ ആവില്ല എന്നൊരു തിരിച്ചറിവ് ആ നിമിഷം അയാളിൽ നിറഞ്ഞു നിന്നു. ഇവൾ പറയുന്നതൊക്കെ സത്യമാണോടാ? കണ്ണുനീര് കുതിർന്ന മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വീണ ചോദിച്ചു. സത്യമാണ്. വിവേകിന്റെ വാക്ക് കേട്ട് എല്ലാവരും ഒരേപോലെ അമ്പരന്നു. പറഞ്ഞു തീരും മുൻപേ അവന്റെ കവിളിൽ ആദ്യത്തെ അടി വീണു. അത് വിശ്വന്റെ തന്നെയായിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.